ഞങ്ങളുമായി ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തുന്ന ഈ നാട്ടിലെയും അതുപോലെ തന്നെ അമേരിക്കയിലും ഉള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. Happy birthday, Acha Amma. Happy birthday, Acha Amma. Love you. Mwah. Happy birthday. Happy birthday, I love you. Happy birthday, I love you. Happy birthday, Acha Amma. Happy birthday, Amma. Love you. Happy birthday. Happy birthday, Acha Amma. Happy birthday. ഹാപ്പി ബർത്ത്ഡേ അങ്കിൾ ആൻറ്റി. അടിച്ചു വിളിക്കട്ടാ. അങ്കിളിന് വേണ്ടിയിട്ടും എൻ്റെ മിനിമിനോ ഹാപ്പി റിട്ടേൺസ് ഓഫ് ബർത്ത്ഡേ. സ്നേഹം നിറഞ്ഞ ഒത്തിരി ആശംസകൾ. ഹെൽത്തി ആയിട്ട് പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Happy birthday, Mama Chacha. Have a great birthday. 70ാമത്തെ ബർത്ത്ഡേ ആഘോഷമായിട്ട് അടിച്ചു വിളിക്കാന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ നല്ല രീതിയിൽ ഭംഗിയായി പ്രിയപ്പെട്ട ജൂലി വേലൊക്കെ പക്ഷേ നാളെ സപ്തതി ആഘോഷിക്കാം. വളരെ സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹം ആരോഗ്യമായി ഇരിക്കുന്നു എന്നുള്ളത് സന്തോഷം. അതേപോലെ അദ്ദേഹത്തിന്റെ പ്രായം ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ അങ്കിൾ ആന്റി. happy birthday. ഹായ് അച്ഛമ്മ. സപ്തതി ആഘോഷിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ പിറന്നാൾ ആശംസിക്കുന്നു. Happy birthday, Amma. Happy birthday. അച്ഛൻ അമ്മയ്ക്കും 1000 പിറന്നാൾ ആശംസകൾ. ഹലോ അച്ഛ, ഹാപ്പി സപ്തതി. നമസ്കാരം. പിന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം ഈ നാട്ടിൽ വരുമ്പോൾ ഞാൻ കാണാം. ഹാപ്പി ബർത്ത്ഡേ. Happy birthday, Amma. Love you. Happy birthday. Happy birthday, Acha. Happy birthday, uncle. Happy birthday, Acha Amma. Love you. Mwah. Happy birthday. Happy birthday, I love you. Happy birthday. ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളെ കാണുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെ സ്നേഹിക്കുകയും കാണാൻ ആഗ്രഹിക്കുകയും ചെയ്ത ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, കൂടെ ഉണ്ടായിരുന്ന സഹോദരി ഭർത്താവ് ഗോപാലേട്ടൻ, പ്രിയ സുഹൃത്ത് 50 വർഷത്തിലധികം കൂടെ ഉണ്ടായിരുന്ന ജോർജേട്ടൻ, എഴുപത് വർഷം അല്ലെങ്കിൽ സപ്തതി അതിൻ്റെ മികവിലാണ് ഞങ്ങൾ രണ്ടുപേരും. ഞാനൊരു 10-15 വർഷം മുമ്പ് അത്യാവശ്യം നേരത്തെ തന്നെ സപ്തതി ആഘോഷിച്ച് പോകേണ്ടതായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് ലക്കടിച്ചാണ് ഇപ്പോൾ ഉള്ള എൻ്റെ ജീവിതം. ഒരു ചെവിയെ പോയുള്ളൂ, വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം കഴിക്കുന്ന ടേസ്റ്റും കുഴപ്പമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കാന്താരിയിലൂടെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് ഈ നാട്ടിലെ എവിടെ കാന്താരി ഉണ്ടെങ്കിൽ ഞാൻ എടുക്കുകയും ചെയ്യും. നമ്മുടെ ഏട്ടത്തി ആന്തേട്ടിയെ ക്ഷണിക്കുകയാണ്. അപ്പോൾ വന്ന എല്ലാവർക്കും സന്തോഷം അറിയിക്കുകയാണ്. അതേപോലെ ഇവിടെ അടുത്തുള്ള എല്ലാവരോടും, അതുപോലെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സ് 2-3 കുറച്ച് പേരേ ഉള്ളൂ. ഞാൻ കൂടുതലൊന്നും ആരെയും വിളിച്ചില്ല. സംസാർ, ജിഷി, തങ്കമണി, ലളിത മിസ്, അങ്ങനെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. എല്ലാവരെയും സന്തോഷം അറിയിക്കും.
മകൻ അമേരിക്കയിലാണ്, എല്ലാവർക്കും അറിയാം. അവൻ പറഞ്ഞ പ്രകാരമുള്ള ഒരു ഡേറ്റ് ആയിരുന്നു നമ്മൾ ഇന്ന് ഇവിടെ തീരുമാനിച്ചിരുന്നത്. അവനെ നമുക്ക് ലൈനിലൊക്കെ വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ അവിടെ ഉണ്ടായി എല്ലാവരുടെയും കൂടെ ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കണമെന്ന് വളരെ അധികം ആഗ്രഹത്തോടു കൂടി നിന്നാണ്. എനിവേ, ഞാൻ അതിലേക്ക് വരാം. പക്ഷേ ആദ്യം ഇന്ന് അച്ഛൻ്റെ അമ്മേൻ്റെ ഡേ ആണല്ലോ. അപ്പം ജീവിതത്തിലെ എല്ലാ രുചിഭാവ ഭേദങ്ങളിലൂടെയും എന്നെ കൈപിടിച്ച് നടത്തി 1000 സപ്തതി ആശംസകൾ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. Happy birthday, Achima Chacha. 2:30 അപ്പോൾ രാവിലെ പൊളിച്ച് 2:30. അപ്പോൾ രണ്ടാളുടെയും ഏകദേശം ഗ്യാസ് തീർന്നു തുടങ്ങിയിട്ടുണ്ട്. എനിവേ, മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ മാതൃകയാക്കി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛനും അമ്മയും. അപ്പം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും അല്ലെങ്കിൽ ഒരു മധ്യവയസ്കരോ ആയ മക്കളിൽ മാതാപിതാക്കൾ ചെലുത്തുന്ന സ്വാധീനം. എൻ്റെ വീട്ടിൽ ഞങ്ങൾ പക്ഷേ കൗമാരം എത്തുന്നതോടുകൂടി അതൊന്നും നടക്കില്ല. പിന്നെ അച്ഛനമ്മമാരെടുത്ത് നിന്ന് നമ്മൾക്കൊരു സ്നേഹം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടണമെങ്കിൽ അത് അച്ഛനമ്മമാർ വേറെ ലെവലായിരിക്കും. ഒരേ സ്വരത്തിൽ എന്നോട് പറയുന്നതാണ്, എൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് അച്ഛനും അമ്മയും എന്നുള്ളത്. ഇവിടെ US വന്നിട്ടാണെങ്കിലും ഒരുവിൻ്റെ ഈ സെപ്റ്റംബറിൽ വന്ന പുതിയ വിസ നിയമം പ്രശ്നമാകുന്നത്. അത് കാരണം എനിക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ വരവ് അവിടെ ക്യാൻസലായി. അപ്പോൾ എത്തിച്ചേരാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പായപ്പോൾ ഞങ്ങൾ ഈ അച്ഛനും പാപ്പന്മാരും കസിൻസും എല്ലാവരുമായി ഈ ഒരു കാര്യം പങ്കുവെക്കുകയും പരിപാടിയിൽ ഒരു കുറവും വരുത്താതെ എല്ലാവരും കൂടി നിന്ന് ഒരുമിച്ചത് നടത്തും എന്ന് ഇത്രയും ഭംഗിയാക്കി പരിപാടി നടത്തുന്നത് ഈ കുടുംബത്തിൽ ആദ്യമായിട്ടല്ല. അപ്പോൾ ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കുകയും എല്ലാവർക്കും മാതൃകയാകുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ പരിപാടി നടത്തിയ എല്ലാവർക്കും നന്ദി. ഞാൻ ശരണ്യയുടെയും പിള്ളേരുടെയും പേരിലും അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും പേരിലും നന്ദി പറയുന്നു. നേരത്തെ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും നാട്ടിൽ മാത്രമല്ല ഇവിടെ ഭാഗമാകാനും അവർക്ക് പറ്റി. നേരിട്ടെത്തിച്ചേരാൻ പറ്റാത്തതിനാൽ ഓൺലൈനായിട്ട് ആശംസകൾ അറിയിച്ച എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് ഞാനും വലിച്ചു നീട്ടുന്നില്ല. എല്ലാവർക്കും നന്ദി. അച്ഛനും അമ്മയ്ക്കും ഫസ്റ്റ് തന്നെ ഞാൻ 70-ാം പിറന്നാൾ ആശംസിക്കുന്നു. പിന്നെ എനിക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ കൂടുതൽ മനസ്സിലാക്കാനും അറിയാനും സ്നേഹിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ അവരെന്നെ സത്യം പറയാൻ വെച്ചാൽ മരുമോളായിട്ടല്ല, സ്വന്തം മോളെ പോലെ തന്നെ ഇന്നേ വരെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര നന്ദി പറഞ്ഞോളൂ. ഇനി നവതിയും സെഞ്ചുറി അടിച്ചിട്ടും ഇവിടെ തന്നെ നിന്നോട്ടെ, നല്ല ആരോഗ്യ സൗഖ്യത്തോടു കൂടെ നിൽക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. കരുണാകരൻ മാഷാണ്. നമ്മൾ എല്ലാ തിരക്കിനിടയിലും നമ്മൾ ക്ഷണം സ്വീകരിച്ച് കരുണാകരൻ മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. വിലായുധം മാഷ്, ആനന്ദേർത്തി, സഹോദരി സഹോദരങ്ങൾ, നാട്ടുകാർ, എൻ്റെ സുഹൃത്തും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ യൂനിസ് അമ്പലക്കണ്ടി ഉൾപ്പെടെയുള്ള സുബ്രഹ്മണ്യ മാഷ് ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളെ നമസ്കാരം. വേലായുധ മാഷ്ക്ക് 70 വയസ്സ് ആയിട്ടുണ്ട്. ആനന്ദേടത്തി എൻ്റെ കുടുംബക്കാരിയാണ്, അടുത്ത കുടുംബമാണ്. നിങ്ങൾക്കറിയണമെന്നില്ല, ഞങ്ങൾ അടുത്ത കുടുംബക്കാരൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സന്തോഷത്തിൻ്റെ നിറവിലാണ്. ഇന്നത്തെ ദിവസത്തിന് ധാരാളം പ്രാധാന്യമുണ്ട്. 70-ലും ചുറുചുറുക്കോടെ യുവാവിൻ്റെ ആവേശത്തോടുകൂടി കർമ്മമണ്ഡലത്തിൽ സജീവമായി നിലനിൽക്കുന്ന പ്രിയപ്പെട്ട മാസ്റ്റർക്ക് ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. മാഷെ, ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ
മുന്നേ, 1/4 നൂറ്റാണ്ട് മുന്നേ, അത് വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടി ഓമശ്ശേരി പഞ്ചായത്തിൽ നടപ്പിലാക്കിയ ഒരു പുതിയ പദ്ധതിയായിരുന്നു, ഒരു നൂതന പദ്ധതി. പ്രത്യേകത, ഓമശ്ശേരിയിലെ പൊതുമണ്ഡലത്തിലെ ഒരു സൗമ്യ സാന്നിധ്യമാണ്. ഇപ്പോൾ എതിർച്ചേരിയിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗമായി ഒരു പ്രശ്നമോ പ്രയാസമോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രമെന്ന് തോന്നുന്നത് തെറ്റാണ്. അത് കൃത്യമായും വ്യക്തമായും ആരെയും വേദനിപ്പിക്കാതെയും പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഓരോ ഇടപെടലുകളും. വേലായുധ മാസ്റ്റർ, ആൻഡോലി ടീച്ചർ, സഹോദരി മാഷായിട്ട് നേരത്തെ പരിചയമുണ്ടായിരുന്നു. ആ പരിചയം ഒരു കുടുംബ ബന്ധമാക്കി മാറ്റുന്നതിൽ വളരെ സഹായം ഉണ്ടായിട്ടുണ്ട്. വേലായുധ മാസ്റ്റർ, ബാല്യാനന്ദ ടീച്ചർ, മുറ്റോളി കുടുംബം, പുളപ്പൊയില് ആനന്ദജിൻ്റെ കുടുംബം, എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒപ്പം തന്നെ മുക്കത്ത് അദ്ദേഹം പാരലൽ കോളേജിൽ അധ്യാപകനായി വർക്ക് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തെ പരിചയം. പിന്നീട് എന്തോ എന്നറിയില്ല, ആനന്ദ ചേച്ചിയെ വിവാഹം കഴിക്കുന്നു. അവിടെ ഏത് കാലത്തും ഒരുപാട് ഭൂമിയുണ്ട്. പക്ഷെ വേലായുധ മാഷ് അന്നത്തെ കാലഘട്ടത്തിൽ രണ്ടും 2 വകുപ്പാണ്, 2 ജാതിയാണ്. പക്ഷെ ആ ഒരു വലിയൊരു തറവാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് അതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ആശങ്ക ഉള്ള ഒരു കാലഘട്ടമായിരുന്നു. ഏതായിരുന്നാലും ഈ മാതൃകാപരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം നയിച്ച് ഒരുപാട് സാറിനും ആയുരാരോഗ്യത്തോടെ കുറേ വർഷങ്ങൾ പിറന്നാൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഞങ്ങൾ തമ്മിലൊരു 40 വർഷം. ആദ്യമായി എല്ലാവർക്കും നന്ദി. ആശംസ അർപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേരെ തയ്യാറായിട്ടുണ്ട്. പക്ഷേ അവരെ എല്ലാവരും ആശംസ ഞാൻ കൈപ്പറ്റിയിട്ടുണ്ട്. ആ ആശംസ എല്ലാം കൈപ്പറ്റിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ ഈ ഇത്രയും ഭംഗിയാക്കാൻ സഹായിച്ച സർക്കാരുടെയും സർപ്പുറത്തോടെയും എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. അടുത്ത പരിപാടി വലിയൊരു പരിപാടിയാണ്. അത് അവനവൻ തന്നെ ചെയ്യേണ്ടതാണ്. അതിനുള്ള സൗകര്യം അവിടെ ഉണ്ടാവും. അപ്പോൾ അതിലേക്കുള്ള തയ്യാറെടുപ്പാണ്. അതുകൊണ്ട് അതിലേക്ക് എല്ലാവരും പൂർണ്ണമായി സഹകരിക്കുക. ചെറിയൊരു മഴയൊക്കെ ഉണ്ട്.
ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വന്നതിന് ശേഷം ഞാൻ ഇവരുടെ ഫാമിലി വളരെ വലുതാണെന്ന് മനസ്സിലായി. അച്ഛൻ്റെ വീട്ടുകാരായാലും അമ്മയുടെ വീട്ടുകാരായാലും ആനന്ദേച്ചി എന്നാണ് വിളിക്കുന്നത്. ചെറിയമ്മ ആണെങ്കിൽ പോലും എല്ലാ ചെറിയമ്മമാരെയും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. വേലായുധേട്ടനാണെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇന്നത്തെ ന്യൂജൻ എന്ന് പറയുന്ന ആൾക്കാർ കുട്ടികളുടെ ചിന്താഗതി അന്ന് തന്നെ എനിക്ക് നേരുന്നതിനൊപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയാണ്. ആനന്ദേച്ചിയും വേലായുധേട്ടനും അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളെ വഴിയും അല്ലെങ്കിൽ നമുക്ക് ചെയ്തു തന്ന ബന്ധു ജനങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, ഇതിനേക്കാളും വലുതായിട്ട് ഒന്നുമില്ല. ഉണ്ണി, കണ്ണൻ, മണി, ദേവി, ആരുഷിണ്ടോ? കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേന്നി മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ഹല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണി. കോർത്ത് ഞാൻ നിനക്കുരുമാ സായകമാക്കി കനകം നിക്കവിൽ പൂവിൽ